Hi everyone, welcome to EdDream Distance Education. So today we are dealing with the second unit or the third unit. Okay, particularly the third unit. Second unit നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് third unit ആണ്. Third unit of the block 4th or the last block of the paper BEGC 109 British Romantic Literature. Okay, അപ്പോൾ ഏതായിരുന്നു നമ്മുടെ നോവൽ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ട് നിന്നിരുന്നത്? ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന മേരി ഷെല്ലി എഴുതിയിട്ടുള്ള നോവലാണ്. സോ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും മേരി ഷെല്ലി ആരാണ് അതൊക്കെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇൻ ദിസ് സെഷൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സമ്മറി ആൻഡ് അനാലിസിസ് ഓഫ് ദ നോവൽ ഫ്രാങ്കൻസ്റ്റീൻ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് PDF കാണാൻ പറ്റും. ഈ PPT കുറച്ചൊക്കെ എന്താ പറയണ്ട, കുറച്ച് അലൈൻമെന്റിന്റെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. സോ ഫ്രാങ്കൻസ്റ്റീൻ സമ്മറി ആൻഡ് അനാലിസിസ് ആണ്. ഓക്കെ, സോ ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന നോവൽ വാസ് പബ്ലിഷ്ഡ് ഇൻ എപ്പോഴാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 1880 അല്ലേ? as you can see here, it is published in 1818. Okay, and it is considered as a Gothic fiction and as well as early science fiction എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ നമ്മളിവിടെ ഓൾറെഡി ഓതറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് മേരി ഷെല്ലിന്റെ പിക്ചർ എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഒരു പോർട്രേറ്റ് എന്ന് പറയുന്നത് 1880 നമ്മുടെ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ജോണർ വരുന്നത് ഏതാണ്? ജോണർ ഗോത്തിക് നോവൽ ആണ്. ഓക്കെ, ഏർലി സയൻസ് ഫിക്ഷനും കൂടിയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഏർലി കഴിഞ്ഞിട്ട് ഒരു സ്പേസ് അവിടെ ഇല്ല, ശരിക്കും അവിടെ സ്പേസ് ഉണ്ട്. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്തപ്പോൾ അത് അങ്ങനെ ആയി പോയതാണ്. സോ ഇതിന്റെ കോർ സ്റ്റോറി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിക്ക് ഒന്ന് പറഞ്ഞു പോവാണ്. കോർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ വിക്ടർ ഫ്രാങ്കൻസ്റ്റീൻ ആൻഡ് ഹസ് ക്രിയേച്ചർ എന്നുള്ളതാണ്. ഓക്കെ, എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു പോകും കേട്ടോ. സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് അംബിഷൻ, റെസ്പോൺസിബിലിറ്റി, റിവെഞ്ച് എന്നുള്ളതാണ്. ഓക്കെ, ഇനി പ്ലോട്ട് ആൻഡ് സമ്മറി എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ നോവൽ, അതാണ് അവിടെ വായിക്കുക. നിങ്ങൾ ഇതൊന്ന് മൈൻഡ് ചെയ്യണ്ട. പ്ലോട്ട് ആൻഡ് സമ്മറി എന്നുള്ളതാണ് കേട്ടോ. പ്ലോട്ട് ആൻഡ് സമ്മറി ഇതാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പ്ലോട്ട് ആൻഡ് സമ്മറി. ഇനി എന്താണ് ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന നോവൽ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫ്രാങ്കൻസ്റ്റീൻ ഓർ ദ മോഡേൺ പ്രൊമിത്തിയസ് എന്ന് പറയപ്പെടുന്നുണ്ട്. മോഡേൺ പ്രൊമിത്തിയസ് എന്നും അതിനെ വിളിക്കപ്പെടുന്നുണ്ട്. മേരി ഷെല്ലിന്റെ ഒരു മാസ്റ്റർ പീസ് ആണ്. നമ്മൾ സംസാരിച്ചു. At one level, it is the story of Victor Frankenstein, a scientist who creates an artificial human being. അപ്പൊ ഇതില് വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. ആ സയന്റിസ്റ്റ് ഡെഡ് ബോഡിയിൽ നിന്ന് അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു, സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതിൽ കുറെ എക്സ്പെരിമെന്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സയന്റിസ്റ്റ്. അപ്പൊ നമ്മുടെ വിക്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മോർ അംബീഷ്യസ് ആണ്. അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റവും വരെ പോകുന്ന ഒരാളായിരുന്നു. സോ അവൻ എന്താണ്, ഡെഡ് ബോഡീസിൽ നിന്നും ഒരു ലിവിങ് ബീയിങ്ങിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു അവന്റെ എക്സ്പെരിമെന്റ്. അങ്ങനെ അവൻ ഒരു ക്രിയേച്ചറിനെ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ക്രിയേച്ചറിനെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ആവുമ്പോഴേക്കും അവൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രിയേച്ചർ അല്ലെങ്കിൽ ആ ഒരു ജയന്റ് ആയിട്ടുള്ള ആ ഒരു ആനിമൽ അല്ല, ക്രിയേച്ചർ തന്നെയാണ്. അവൻ അത് മറന്നു പോകുന്നുണ്ട്. താനാണ് അതിന്റെ ക്രിയേറ്റർ എന്നുള്ളത് മറന്നു പോവുകയും ലാസ്റ്റ് അവൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ക്രിയേച്ചർ അവന്റെ നാശനഷ്ടത്തിന് തന്നെ വഴിയൊരുക്കുന്ന ഒരു പ്ലോട്ടാണ് അതിലൂടെ അങ്ങനെ പോകുന്നത്. ഓക്കെ, സോ ഒരു ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ ബീയിങ് ആണ് ഈ ഒരു ക്രിയേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. സോ at a deeper level, however, it explores the dangers of uncontrolled ambition, the responsibility of a creator, the effects of loneliness and the moral limits of scientific discovery. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിലെ മെയിൻ തീംസ് ആയിട്ട് വരുന്നത്. അൺകൺട്രോൾഡ് ആയിട്ടുള്ള അംബിഷൻ എന്തിലേക്ക് ലീഡ് ചെയ്യും ഒരു ഡിസ്ട്രക്ഷനിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളൊരു കാര്യം തീം ഇതിലൂടെ വരുന്നുണ്ട്.
അതുപോലെ തന്നെ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റ് ഒരു കാര്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഉത്തരവാദിത്തം അല്ലെ, ഫുൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഈസ് ഗോസ് ടു ദാറ്റ് ക്രിയേറ്റർ. പക്ഷെ ഇവിടെ അത് അങ്ങനെയല്ല. അതിന്റെ ഒരു എന്താ പറയണ്ടേ, ഒരു റോങ് കാര്യമാണ് ഈ ഒരു നോവലിൽ നടക്കുന്നത്. സോ അതിന്റെ മെസ്സേജ് അതിലൂടെ തരുകയാണ് കേട്ടോ. പിന്നെന്താണ് എഫക്ട്സ് ഓഫ് ലോൺലിനെസ് and the moral limits of scientific discovery. Okay, so the novel is not simply about a monster. അപ്പൊ നമുക്ക് ആ ക്രിയേച്ചറിനെ മോൺസ്റ്റർ ആയിട്ടും ഇതിൽ കാണിക്കുന്നുണ്ട്. മോൺസ്റ്ററിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറി മാത്രമല്ല എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ആസ്ക്സ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എന്താ ഒരു ക്വസ്റ്റ്യൻ ഇതിലൂടെ ആസ്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ്, ഹൂ ഇസ് ദ റിയൽ മോൺസ്റ്റർ, ദ ക്രിയേച്ചർ ഓർ ദ മാൻ ഹൂ അബാൻഡൻഡ് ഹിം? അല്ലെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് മോൺസ്റ്റർ അല്ലെ, ആ ഒരു ഭീകരജീവി ആരാണ്? ഈ പറഞ്ഞ ക്രിയേച്ചർ ആണോ, അതോ ആ ക്രിയേറ്ററിനെ സൃഷ്ടിച്ച അല്ലെ അബാൻഡൻ ചെയ്തിട്ടുള്ള ആ വ്യക്തിയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിലൂടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇനി അതിന്റെ ഒരു നറേറ്റീവ് പറയാം. ഓക്കെ, so the novel is told through a frame narrative, which means a story within another story. അപ്പോൾ ഒരു സ്റ്റോറി വിത്തിൻ ദ സ്റ്റോറി ആണ് ഈ ഒരു നോവൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. The novel begins with Captain Robert Walton. അങ്ങനെ ക്യാപ്റ്റൻ റോബർട്ട് വാൾട്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ ഒരു കഥ തുടങ്ങുന്നത് കേട്ടോ. Who writes letters to his sister while exploring the Arctic. അപ്പോ ഒരു എന്താ പറയണ്ടേ, അദ്ദേഹത്തിന്റെ സിസ്റ്റർക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്റർ എഴുതിയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടാണ് ലെറ്റർ അവിടെ എഴുതുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, സോ ഒരു നതേൺ മോസ്റ്റ് റീജിയൻ ഓഫ് എർത്തിനെ നമ്മൾ ആർട്ടിക് എന്ന് പറയുന്നത്. സോ അവിടെ നിന്നിട്ട് സിസ്റ്റർക്ക് അദ്ദേഹം ഒരു ലെറ്റർ എഴുതുകയാണ്. ആരാണ്? ക്യാപ്റ്റൻ റോബർട്ട് വാൾട്ടൺ. ഓക്കെ, സോ വാൾട്ടൺ റെസ്ക്യൂസ് വിക്ടർ ഫ്രാങ്കൻസ്റ്റീൻ ആൻഡ് ലിസൺ ടു ഹിസ് ലൈഫ് സ്റ്റോറി. അങ്ങനെ ആ ഒരു കടൽ യാത്രയുടെ ഇടയിൽ ആ ഒരു മീൻസ് എന്താണ് ആർട്ടിക് സ്ഥലത്തിൽ നിന്ന് അല്ലെ വിക്ടർ ഫ്രാങ്കൻസ്റ്റീനെ ഇദ്ദേഹം രക്ഷിക്കുന്നുണ്ട്. എന്തോ ഒരു അപകടത്തിൽ പെട്ടതാണ്, അവനെ നമ്മുടെ ക്യാപ്റ്റൻ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ക്യാപ്റ്റൻ രക്ഷിച്ചപ്പോ ഫ്രാങ്കൻസ്റ്റീൻ തന്റെ കഥ ക്യാപ്റ്റനോട് പറയുകയാണ്. ഓക്കെ, അങ്ങനെ ഫ്രാങ്കൻസ്റ്റീന്റെ കഥയാണ് ഈ ഒരു നോവലായിട്ട് പറയുന്നത്. സോ അതാണ് സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി എന്ന് നമ്മൾ പറയുന്നത്. സോ ഡ്യൂറിങ് വിക്ടേഴ്സ് നരേഷൻ ദ ക്രിയേച്ചർ നറേറ്റ്സ് ഹിസ് ഓൺ എക്സ്പീരിയൻസ്. അപ്പോ വിക്ടർ ആണ് അല്ലെ, വിക്ടർ ഫ്രാങ്കൻസ്റ്റീൻ ആണ് അവരെ നറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ക്രിയേച്ചർ നറേറ്റ് ചെയ്യുന്ന പോലെയാണ്, തന്റെ സ്വന്തം എക്സ്പീരിയൻസ് അവിടെ നറേറ്റ് ചെയ്യുന്നത് പോലെയാണ് അവിടെ തോന്നുന്നത്. സോ ദാസ് റീഡേഴ്സ് ഹിയർ 3 ഡിഫറെന്റ് വോയിസ്. ഇപ്പൊ 3 തരത്തിലുള്ള വോയിസ് നമുക്ക് ഈ ഒരു നോവൽ വായിക്കുമ്പോൾ കാണാൻ പറ്റും. ഒന്ന് ക്യാപ്റ്റൻ വാൾട്ടന്റെ വോയിസ് കേൾക്കാം, ദെൻ വിക്ടർ ഫ്രാങ്കൻസ്റ്റീൻ പറയുന്നത് കേൾക്കാം, ദെൻ ദ ക്രിയേച്ചർ ഇറ്റ് സെൽഫ്. ഓക്കെ, ഈ 3 ആൾക്കാരുടെയും എന്താ പറയണ്ട പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഈ ഒരു നോവല് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ കുറച്ച് അപ്പൊ നമ്മൾ സ്റ്റോറിയിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്താണ് ക്രിയേഷൻ, അബാൻഡൻമെന്റ്, റിജക്ഷൻ, റിവെഞ്ച്, ട്രാജഡി. ഈ പറഞ്ഞതൊക്കെ ഇതിന്റെ മെയിൻ തീംസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്രിയേഷൻ, അബാൻഡൻമെന്റ്, റിജക്ഷൻ, റിവെഞ്ച്, ദെൻ ട്രാജഡി. പിന്നീട് പറയാന്നുള്ളത് വിക്ടർ ഫ്രാങ്കൻസ്റ്റീന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കതിലേക്ക് വരാം. ഓക്കെ, ദെൻ എന്താണ് ക്രിയേച്ചറിന്റെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ പോയിന്റ്സ് ആണ് ഇതിലെ നോവൽസിന്റെ പോയിന്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ മേജർ തീംസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡിങ് ഒക്കെ കുറച്ച് മിസ്മാച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ അതിന്റെ ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് ഞാൻ പറയാട്ടോ. അത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞു തരാം, അതെന്ത് ചെയ്യാ നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവ്വം കേൾക്കുക കേട്ടോ. സോ നമുക്ക് ആദ്യം പറയാം വിക്ടറിന്റെ ഏർലി ലൈഫ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ്. വിക്ടർ ഫ്രാങ്കൻസ്റ്റീന്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയാണ്, അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. സോ വിക്ടർ ഗ്രോസ് അപ്പ് ഇൻ ജനീവ ഇൻ എ വെൽത്തി ആൻഡ് അഫെക്ഷനേറ്റ് ഫാമിലി. ഹിസ് പാരന്റ്സ് എൻകറേജ് ഹിസ് എഡ്യൂക്കേഷൻ ആൻഡ് ഹി ഡെവലപ്സ് എ ഫാസിനേഷൻ വിത്ത് സയൻസ് ഫ്രം ആൻ ഏർലി ഏജ്. അപ്പോ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് എന്തുണ്ട്, വളരെ നല്ല വിദ്യാഭ്യാസം കിട്ടുകയും ഒരു സയന്റിഫിക് ഡിസ്കവറിയിലൂടെ ഒരു സയന്റിസ്റ്റ് ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഏർലി ഏജിൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഹി ബിക്കംസ്
ഒബ്സെസ്ഡ് വിത്ത് ഡിസ്കവറിംഗ് ദ മിസ്റ്ററി ഓഫ് ലൈഫ് ആൻഡ് ഡിഫീറ്റിംഗ് ഡെത്ത്. അങ്ങനെ ഈ ഒരു മിസ്റ്ററി ലൈഫ് അല്ലെ, ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഉള്ളില് ഉള്ള നിഗൂഢതകളും അതുപോലെ തന്നെ ആഫ്റ്റർ ഡെത്ത് എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു കൈൻഡ് ഓഫ് അല്ലെ ക്യൂരിയോസിറ്റി അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ വിക്ടേഴ്സിന്റെ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഡ്മയറബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആൻഡ് ഇറ്റ് ഗ്രാജുവലി ബിക്കംസ് ആൻ അൺഹെൽത്തി ഒബ്സെഷൻ. അപ്പൊ നമുക്ക് എന്തിനോടുമുള്ള ഒരു കമ്പാഷൻ അല്ലെങ്കിൽ ഒരു പാഷൻ എന്ന് പറയുന്നത് കുറച്ചു കഴിഞ്ഞാൽ അല്ലെ അത് വളരെ ഒരു അൺഹെൽത്തി ആയിട്ട് മാറും. അതാണ് ഇവിടെ നമുക്ക് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ മേരി ഷെല്ലി ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നോളജ് വിത്തൗട്ട് മോറൽ റെസ്പോൺസിബിലിറ്റി ക്യാൻ ബിക്കം ഡേഞ്ചറസ് എന്നാ പറയുന്നത്. ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് നോളജിൽ അക്വയർ ചെയ്യുമ്പോൾ നമുക്ക് വേണം. അതില്ലാന്നുണ്ടെങ്കിൽ അതെന്താണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകും എന്നുള്ളതാണ് മേരി ഷെല്ലി ഇവിടെ പറയുന്നത്. പിന്നീട് വിക്ടർ അറ്റ് ദ യൂണിവേഴ്സിറ്റി ഇംഗോൾസ്റ്റാഡ് എന്ന് പറയുന്നുണ്ട്. അതായത് വിക്ടർ കെമിസ്ട്രി, അനാട്ടമി, അതുപോലെ നാച്ചുറൽ ഫിലോസഫി ഒക്കെ കോളേജിൽ പഠിക്കുന്നുണ്ട്. ആൻഡ് ഹി ഇൻസ്പയർഡ് ബൈ സയന്റിഫിക് ഡിസ്കവറീസ് ഹി ഐസൊലേറ്റ്സ് ഹിംസെൽഫ് കംപ്ലീറ്റ്ലി ആൻഡ് സ്പെൻഡ്സ് മന്ത്സ് കളക്ടിങ് ബോഡി പാർട്സ് ഫ്രം മീൻസ് സെമിട്രീസ്. അങ്ങനെ ഇദ്ദേഹം ആ ഒരു പാഷൻ അങ്ങനെ എന്താണ് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് ഈ ഒരു ബോഡി പാർട്സ്, ഞാൻ പറഞ്ഞു ഡെഡ് ബോഡിയിൽ നിന്ന് ജീവൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്. അതിനു വേണ്ടിയിട്ട് ഈ സെമിട്രീസിൽ നിന്നൊക്കെ അല്ലെ, സെമിറ്റീരി ഉണ്ടല്ലോ, സെമിറ്റീരി, അതിൽ നിന്നൊക്കെ ബോഡി പാർട്സ് കളക്ട് ചെയ്തിട്ട് കുറെ മാസങ്ങളോളം കുറെ ദിവസങ്ങളോളം അദ്ദേഹം ഒറ്റപ്പെട്ട് ജീവിച്ചിട്ടുണ്ട്, ഐസൊലേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് എന്താണ് കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് വെച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സക്സസ്ഫുള്ളി ക്രിയേറ്റിംഗ് എ ലൈഫ്, ഒരു ലൈഫിനെ ആ ഡെഡ് ബോഡിയിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്രിയേച്ചർ അവിടെ ഉണ്ടായി വരികയാണ്. So the moment the creature opens its eyes, Victor is horrified by its appearance and abandons it. Okay, അങ്ങനെ ഈ ഒരു ക്രിയേച്ചറിനെ അവിടെ ഉണ്ടാക്കി വന്നപ്പോ വിക്ടർ ഉദ്ദേശിച്ച ഒരു എന്താ പുതിയ ഒരു എന്താ പറയണ്ടേ ലിവിങ് ബീയിങ് ആയിട്ടല്ല ആ ഒരു ക്രിയേച്ചർ വന്നത്. അതിന്റെ അപ്പിയറൻസും അതിന്റെ എന്താ പറയണ്ട ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടപ്പോ വിക്ടർ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഹൊറിഫൈ ചെയ്തിട്ട് അവൻ അവിടെ ആ ഒരു ക്രിയേച്ചറിനെ ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിക്കുന്ന ഒരു കാര്യം വരുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് മിസ്റ്റേക്ക് ഓഫ് വിക്ടർ ലൈഫ്. അപ്പൊ വിക്ടറിന്റെ ജീവിതത്തിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് മിസ്റ്റേക്ക് ആയിട്ടാണ് ആ ഒരു അബാൻഡൻമെന്റ് അവിടെ കണക്കാക്കുന്നത്. അതായത് താൻ അത്രയും വർഷങ്ങളോളം ഇരുന്ന് അല്ലെങ്കിൽ മാസങ്ങളോളം ഇരുന്ന ഒരു ക്രിയേച്ചറിനെ അല്ലെ കുറെ എഫേർട്ട് എടുത്തിട്ട് ഉണ്ടാക്കി എടുക്കുകയും ലാസ്റ്റ് അതിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയുകയും ചെയ്യുകയാണ്. അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും അവൻ അത് ഏറ്റെടുക്കുന്നില്ല. സോ അതാണ് എന്ത് കൺസിഡേർഡ് ആസ് ദ ഗ്രേറ്റസ്റ്റ് മിസ്റ്റേക്ക് ഓഫ് വിക്ടേഴ്സ് ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ ക്രിയേച്ചർ അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഓൾറെഡി ക്രിയേച്ചറിന് അവിടെ ഒരു ജീവൻ അല്ലെ ഒരു ലൈഫ് കിട്ടി. സോ ക്രിയേച്ചർ എൻറ്റേഴ്സ് ദ വേൾഡ് ലൈക്ക് ആൻ ഇന്നസെന്റ് ചൈൽഡ്. ഒരു ആദ്യമായിട്ട് വരുമ്പോൾ ഒരു ഇന്നസെന്റ് ചൈൽഡ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ അവൻ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ക്രിയേച്ചർ സ്വന്തമായിട്ട് ഫുഡ് അല്ലെ, ക്രിയേച്ചർ ആകുമ്പോൾ എന്തായാലും ഫുഡ് വേണം. സോ ഹൗ ടു ഫൈൻഡ് ഫുഡ്, ഹൗ ടു സർവൈവ്, ഹൗ ടു സ്പീക്ക്, ഹൗ ടു റീഡ് ആൻഡ് ഹൗ ഹ്യൂമൻ ബിഹേവ്, ഇതെല്ലാം സ്വന്തമായിട്ട് ആ ക്രിയേച്ചർ പഠിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഡിയിലേക്ക് ഫാമിലി എന്നൊരു പറയുന്ന ഒരു ഫാമിലിയിലേക്ക് ഈ ഒരു ക്രിയേച്ചർ എത്തുകയും അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ, ആ ഒരു ഫാമിലിയിലൂടെ അവൻ കമ്പാഷൻ, ആ ഒരു ഫാമിലി ഒബ്സർവ് ചെയ്തിട്ട് കമ്പാഷൻ എന്താണ്, ഇന്റലിജൻസ് എന്താണ്, അതുപോലെ ഇമോഷണൽ സെൻസിറ്റിവിറ്റി, ലവ്, ഇതൊക്കെ എന്താണ് ആ ഒരു ഫാമിലിനെ ഒബ്സർവ് ചെയ്തിട്ട് ഇവൻ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ സൊസൈറ്റി ട്രാൻസ്ഫോംസ് ഹിം ടു എ മോൺസ്റ്റർ. അങ്ങനെ എന്താന്ന് വെച്ചാൽ ഒരു ഇന്നസെന്റ് ആയിട്ടാണ് ആദ്യം എന്ത് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ക്രിയേച്ചർ ഉണ്ടായി വരുന്നത്. പക്ഷെ മേരി ഷെല്ലി ക്ലിയർലി ഷോ ദാറ്റ് ദ ക്രിയേച്ചർ ഈസ് നോട്ട് നാച്ചുറലി എബിൾ ആയിട്ട് വരുന്നതല്ല എന്ന് നമുക്ക് മേരി ഷെല്ലി ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഈ സൊസൈറ്റിയാണ് അവനെ, ആ ഒരു ക്രിയേച്ചറിനെ ഒരു മോൺസ്റ്റർ ലെവലിലേക്ക് മാറ്റിയെടുത്തത്. സോ ദിസ് റിഫ്ലെക്ട്സ് ദ ഫിലോസഫിക്കൽ ഡിബേറ്റ് ഓഫ് നേച്ചർ വേഴ്സസ് നർച്ചർ എന്നുള്ളത്. നേച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻസിനെ ഗുഡ് അല്ലെ, ഹ്യൂമൻസ് ആർ ബോൺ ഗുഡ് ഓർ ബാഡ്. ബട്ട് നർച്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്, സൊസൈറ്റി ഷേപ്സ് ദ പേഴ്സണാലിറ്റി എന്നുള്ളൊരു കാര്യം. സോ ഷെല്ലി സപ്പോർട്ട്സ് ദ ഐഡിയ ദാറ്റ് എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ റിജക്ഷൻ ഷേപ്പ് ബിഹേവിയർ എന്നുള്ളത്. അങ്ങനെ ഈ ഒരു ക്രിയേച്ചറിന് എന്താണ് സൊസൈറ്റി അപ്പാടെ റിജക്ട് ചെയ്യുന്നുണ്ട്.
അതായത് whenever people see the creature they attack him because of his frightening appearance. അപ്പൊ ആ ഒരു ഫ്രൈറ്റ്നർ അല്ലെ, ഒരാള് കണ്ടു കഴിഞ്ഞാൽ പേടിക്കുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ആണ് ക്രിയേച്ചറിനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ എപ്പോ ഈ ഒരു ക്രിയേച്ചറിനെ കാണുമ്പോൾ അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഈ ഡി ലേക്കെ ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലിയും whom he admires rejects him. അവനെ അഡ്മയർ ചെയ്ത് നടന്ന ആ ഒരു ഫാമിലി പോലും എന്ത് ചെയ്യുന്നുണ്ട്, അവനെ ലാസ്റ്റ് റിജക്ട് ചെയ്യുന്നുണ്ട്. സോ ദ ക്രിയേച്ചർ റിയലൈസസ് ദാറ്റ് അപ്പിയറൻസ് ഇസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ക്യാരക്ടർ ഇൻ ഹ്യൂമൻ സൊസൈറ്റി. അപ്പൊ ഒരു ലാസ്റ്റ് അവൻ ആ ഒരു ക്രിയേച്ചർ സ്വന്തമായി മനസ്സിലാക്കി എടുക്കുന്ന ഒരു കാര്യമാണ്, സൊസൈറ്റിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അപ്പിയറൻസിലാണ് കാര്യം, അല്ലാതെ ക്യാരക്ടറിലോ സ്വഭാവത്തിലോ ഒരു കാര്യമില്ല എന്നുള്ളത് അവൻ മനസ്സിലാക്കിയെടുക്കുകയാണ്. സോ ഇവിടെ ഈ ഒരു പാർട്ടില് എന്താണ് മേരി ഷെല്ലി ക്രിട്ടിസൈസ് ചെയ്യുന്നത്? അതായത് സൊസൈറ്റിന്റെ ഒരു ടെൻഡൻസി ടു ജഡ്ജ് പീപ്പിൾ ബേസ്ഡ് ഓൺ ദെയർ ഫിസിക്കൽ അപ്പിയറൻസ് റാദർ ദാൻ ദെയർ ഇന്നർ ക്വാളിറ്റീസ്. അല്ലെ, ഇന്നർ ക്വാളിറ്റീസ് എന്താണെന്ന് അറിയാതെ എന്താണ് ഇവൻ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് മാത്രം നോക്കിയിട്ട്, നമ്മൾ പറയില്ലേ ഡോണ്ട് ജഡ്ജ് എ തിങ് ബൈ ഇറ്റ്സ് കവർ, അല്ലെ, കവർ നോക്കിയിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യരുത് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആ ഒരു ടെൻഡൻസിയാണ് സൊസൈറ്റിക്ക് ഉള്ളത്. അപ്പൊ ആ ഇന്നർ ക്വാളിറ്റീസ് കാണാതെ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രം നോക്കി ജഡ്ജ് ചെയ്യുന്ന എന്താണ് സൊസൈറ്റിന്റെ ആ ഒരു ടെൻഡൻസിനെയാണ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ ഒരു നോവലിന്റെ വൺ ഓഫ് ദ മേജർ തീം എന്ന് പറയുന്നതും എന്താണ്, അപ്പിയറൻസ് വേഴ്സസ് റിയാലിറ്റി എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ക്രിയേച്ചറിനെ എല്ലാവരും എന്താണ് അബാൻഡൻ ചെയ്യുകയും എല്ലാവരിൽ നിന്നും ഒരു അറ്റാക്ക് നേരിടുകയും വന്നപ്പോ അല്ലെ, അങ്ങനെ ഒരു ആഫ്റ്റർ റിപ്പീറ്റഡ് റിജക്ഷൻ, കുറെ തരത്തിലുള്ള അല്ലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിജക്ഷന് ശേഷം ക്രിയേച്ചറിന്റെ ലൈഫിനുള്ള ഒരു ഹോപ്പ് അങ്ങോട്ട് നഷ്ടപ്പെടുകയാണ്. ഇനി എന്തിനാ ജീവിക്കുന്നേ, തന്നെ സൃഷ്ടിച്ച അല്ലെ ക്രിയേറ്റർ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ബോസ് എന്ന് പറയുന്ന ആൾ ഇവിടെ ഇല്ല, ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആൾ ഇവിടെ ഇല്ല, തന്നെ ഉപേക്ഷിച്ചു. പിന്നെ തന്നെ എന്താണ് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഫാമിലി ഉണ്ട്, ആ ഫാമിലിയും തന്നെ ഇപ്പൊ എന്ത് ചെയ്യും, ഉപേക്ഷിച്ചു അല്ലെ. അങ്ങനെ അവന് ലാസ്റ്റ് എല്ലാ ഹോപ്പ് നഷ്ടപ്പെടുകയും ആ ഒരു അറ്റാക്കിംഗ് ടെൻഡൻസിയിലേക്ക് അവൻ മാറുകയും ചെയ്തു. ദെൻ ഹി മർഡേഴ്സ് വില്യം ഫ്രാങ്കൻസ്റ്റീൻ ആൻഡ് ഫ്രെയിംസ് ജസ്റ്റിൻ മോർട്ടിസ് അല്ലെ. അങ്ങനെ വില്യം ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന ആൾ അവിടെ കൊല്ലുകയും ജസ്റ്റിൻ മോറിറ്റ്സ് എന്ന് പറയുന്ന ഒരാൾ അവിടെ ഫ്രെയിം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ലേറ്റർ ഹി കിൽസ് ഹെൻറി ക്ലെർവെൽ ആൻഡ് എലിസബത്ത്, ഇവരെല്ലാവരെയും കിൽ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു മർഡറുകളെല്ലാം ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആക്ട് ഓഫ് റിവെഞ്ച് ആയിട്ടാണ് അല്ലെ. ബട്ട് ദേ ആർ ഓൾസോ എക്സ്പ്രഷൻസ് ഓഫ് ഇമോഷണൽ സഫറിങ് അല്ലെ. ലാസ്റ്റ് കുറെ സഹിച്ചാണ് ഇവരെല്ലാവരും കൊള്ളുന്നത്. സോ ഇവിടെ മേരി ഷെല്ലി സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നെഗ്ലെക്ട്, ലോൺലിനെസ് ആൻഡ് റിജക്ഷൻ ക്യാൻ ട്രാൻസ്ഫോം കൈൻഡ്നെസ് ഇൻ ടു വയലൻസ്. ഒരാൾക്ക് അല്ലെ ഭൂമിയോളം സഹിക്കാൻ പറ്റും, ഭൂമിയോളം അവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാ അല്ലെ, അത്രയും സപ്രഷനും അത്രയും നെഗ്ലെക്ട്നെസ്സും ലോൺലിനെസ്സും ഒക്കെയാണ് അല്ലെ ഈ റിജക്ഷൻ ഒക്കെയാണ് ഇത്തരത്തിലുള്ള കൈൻഡ്നെസ്സിനെ വയലൻസ് ആക്കി മാറ്റിയത് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ക്രിയേച്ചർ ഒരു ദിവസം പോയിട്ട് ഈ ഒരു വിക്ടർ ഫ്രാങ്കൻസ്റ്റീനോട് ഒരു കാര്യം ആസ്ക് ചെയ്യുന്നുണ്ട്, അതായത് ടു ക്രിയേറ്റ് അനദർ ബീയിങ് ലൈക്ക് ഹിംസെൽഫ്, ഈ ഒരു ക്രിയേച്ചറിനെ പോലെ വേറൊരു ക്രിയേച്ചറിനെയും കൂടി ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. കാരണം ഒരു ഫീമെയിൽ കമ്പാനിയൻ, ക്രിയേച്ചറിന് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ് ഒരു കമ്പാനിയൻ വേണം എന്നുള്ളത്, ഒരു പാർട്ട്ണറിനെ വേണം എന്നുള്ളത് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഹി പ്രോമിസസ് ടു ലീവ് ഹ്യൂമൻ സൊസൈറ്റി ഫോർ എവർ ഇഫ് വിക്ടർ എഗ്രീസ്. അപ്പോൾ വിക്ടർ ആ ഒരു കാര്യം എഗ്രി ചെയ്യുകയാണെങ്കിൽ എന്താണ്, താൻ ഈ ഒരു ഹ്യൂമൻ സൊസൈറ്റിയിൽ നിന്നും ലീവ് ചെയ്യാം, പോയിക്കോളാം എന്ന വിക്ടറിന്റെ അടുത്ത് ക്രിയേച്ചർ പറയുകയാണ്. അങ്ങനെ വിക്ടർ എന്ത് ചെയ്യാണ്, ഇത്രയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും കുറെ ആൾക്കാർക്കും അല്ലെ ജീവൻ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ വിക്ടർ ഒബ്വിയസ്ലി അല്ലെ ടെൻസ് ടു ഡു ദാറ്റ്, ആ ഒരു കാര്യം ചെയ്യാൻ അവൻ ഫോഴ്സ്ഫുള്ളി തയ്യാറാവുകയാണ്. എന്നൊരു ഫീമെയിൽ ക്രിയേച്ചറിനെ എന്താണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിക്ടർ ശ്രമിക്കുകയാണ്. പക്ഷേ ലേറ്റർ ഡിസ്ട്രോയ്സ് ഇറ്റ്, പക്ഷെ അവസാനം അത് ഡിസ്ട്രോയ് ആവുന്നുണ്ട്, സംഭവിക്കുന്നില്ല ആ ഒരു കാര്യം. സോ വിക്ടർ ഫിയേഴ്സ് ക്രിയേറ്റിംഗ് എ ന്യൂ റേസ് ദാറ്റ് കുഡ് ത്രെട്ടൻ ഹ്യൂമാനിറ്റി അല്ലെ. അപ്പോ ഇനിയും ഒരു ക്രിയേച്ചറിന് ഉണ്ടായി കഴിഞ്ഞാൽ അത് വീണ്ടും ഹ്യൂമാനിറ്റീന് ഒരു ഭീഷണിയാവും എന്നുള്ളത് വിക്ടർ അവിടെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് റേസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഷുഡ് സയന്റിസ്റ്റ് ക്രിയേറ്റ് ലൈഫ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസിക്വൻസസ്, ഒരു കോൺസിക്വൻസസ് എന്താന്ന് അറിയാതെ അല്ലെങ്കിൽ ഒരു മുൻകൂട്ടി കാര്യങ്ങൾ കാണാതെ സയന്റിസ്റ്റുകൾ ഒരു ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്
ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? അതൊരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതുപോലെ തന്നെ ഡസ് എ ക്രിയേച്ചർ ഹാവ് ദ റൈറ്റ്സ് ടു ഡിസ്ട്രോയ് വാട്ട് ഹാസ് ഓൾറെഡി ബീൻ പ്രോമിസ്ഡ് അല്ലെ. ആദ്യം പ്രോമിസ് ചെയ്ത ഒരു കാര്യം ഇതിനു മുന്നേ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ ഡിസ്ട്രോയ് ചെയ്യുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്ററിന് ആ ഒരു റൈറ്റ് ഉണ്ടോ എന്നുള്ളതും കൂടി ഉണ്ട് അല്ലെ. അതായത് മുൻകൂട്ടി ക്രിയേറ്റർ ആയിട്ടുള്ള വിക്ടർ എന്താണ്, താൻ പ്രോമിസ് കൊടുത്തതാണ് ഒരു ഫീമെയിൽ ക്രിയേച്ചറിനെ ഉണ്ടാക്കാം എന്നുള്ളത്. പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ അത് അല്ലെ മുൻകൂട്ടി പ്രോമിസ് ചെയ്ത കാര്യമാണെങ്കിൽ പോലും അവൻ അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഒരു റൈറ്റ് ക്രിയേറ്റർക്ക് ഉണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ലാസ്റ്റ് എലിസബത്ത് എന്ന് പറയുന്ന ഒരാൾ അവിടെ മരിക്കുന്നുണ്ട്. എന്നിട്ട് വിക്ടർ എന്ത് ചെയ്യുന്നു, വിക്ടറിന്റെ ലൈഫ് ഈ ഒരു ക്രിയേച്ചറിന് വിട്ടുകൊടുക്കാണ് അല്ലെ. ഞാനല്ലേ നിന്നെ സൃഷ്ടിച്ചത്, എന്നിട്ട് എന്റെ കാരണമാണ് നീ ഇങ്ങനെ ആയി പോയത്, നീ എന്നെ നശിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. ബട്ട് ബോത്ത് ചേസ് ഈച്ച് അതർ അക്രോസ് യൂറോപ്പ് അൺടിൽ ദേ റീച്ച് ദ ആർട്ടിക് അല്ലെ. അങ്ങനെ ആ ഒരു ആർട്ടിക്കില് എത്തുന്നത് വരെ ഇവർ എന്ത് ചെയ്തു, ഇങ്ങനെ ചേസ് ചെയ്തോണ്ടേയിരുന്നു. അങ്ങനെ വിക്ടർ ഡൈസ് അബ്രോഡ് വാൾട്ടൺസ് ഷിപ്പ്. അപ്പൊ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വിക്ടർ അങ്ങനെ അവിടെ മരിച്ചു പോകുന്നുണ്ട്. സോ വിക്ടർ സ്പെൻസ് ഹിസ് എൻറ്റയർ ലൈഫ് പെർസ്യൂയിങ് നോളജ് ആൻഡ് ലേറ്റർ റിവെഞ്ച് അല്ലെ. അവന്റെ വിക്ടറിന്റെ ലൈഫ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വിക്ടർ കഴിച്ചു കൂട്ടിയത്, ഫുൾ നോളജ് അല്ലെ, നോളജിന് വേണ്ടി കഴിച്ചു കൂട്ടുകയും ലാസ്റ്റ് ഒരു റിവെഞ്ചിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. So his obsession destroys both his personal happiness and his family അല്ലെ. അങ്ങനെ പേഴ്സണൽ ഹാപ്പിനെസിനെയും ഫാമിലിനെയും ഒക്കെയാണ് ആ ഒരു ഒബ്സഷൻ എന്ത് ചെയ്തത്, ഡിസ്ട്രോയ് ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് വിക്ടറിന്റെ ഡെത്തിന് ശേഷം ഈ ഒരു ക്രിയേച്ചർ അപ്പിയേഴ്സ് ബിസൈഡ് ഹിസ് ബോഡിക്ക് അരികിൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി എക്സ്പ്രസസ് റിഗ്രറ്റ് ആൻഡ് അഡ്മിറ്റ്സ് ദാറ്റ് റിവെഞ്ച് ഹാസ് നോട്ട് ബ്രോട്ട് ഹിം പീസ് അല്ലെ. ലാസ്റ്റ് റിവെഞ്ച് ഒരിക്കലും ഒരു പീസിലേക്ക് എത്തിക്കില്ല എന്നുള്ളൊരു കാര്യം ക്രിയേച്ചർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഹി ഡിസൈഡ്സ് ടു ഡിസപ്പിയർ ഇൻ ടു ദ ആർട്ടിക് ആൻഡ് ഡിസ്ട്രോയ് ഹിംസെൽഫ്. അങ്ങനെ സ്വന്തമായിട്ട് ക്രിയേച്ചർ ആർട്ടിക്കിലേക്ക് പോയിട്ട് സ്വന്തം നശിപ്പിക്കാം എന്നുള്ളൊരു രീതിക്ക് എത്തുകയാണ്. നമ്മുടെ സിനിമ ഉണ്ടല്ലോ, കാവ്യമാധവന്റെ ആ ഒരു കുട്ടി എന്തായിരുന്നു അപ്പൊ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, ദേവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറുള്ള ഒരു കുട്ടി ഉണ്ടല്ലോ അല്ലെ. ഇതേപോലെ ഒരു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ആകാശ് എന്തോണ് അവന്റെ പേര് അല്ലെ. ഓക്കെ, സോറി, ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം ഓഫ് ദ സിനിമ. ബട്ട് അതിൽ ഇവൻ ഈ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ആ ലാബിൽ നിന്ന് ഒരു ഡ്രിങ്ക് എടുത്ത് കുടിക്കുമ്പോ ഡിസപ്പിയർ ആവും. അങ്ങനെ കുടിച്ച് ലാസ്റ്റ് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭീകരജീവിയായി മാറുന്നുണ്ട്. അപ്പൊ വേറൊന്നും ചെയ്യാനില്ല എന്ന് കാണുമ്പോൾ ഇവൻ സ്വന്തമായിട്ട് കടലിലേക്ക് മുങ്ങിപ്പോയിട്ട് അങ്ങനെ അവൻ അവിടെ ജീവിതം നശിപ്പിക്കുകയാണ്. ആ സെയിം കൈൻഡ് ഓഫ് കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ക്രിയേച്ചർ ഡിസ്ട്രോയ് ഹിംസെൽഫ് അല്ലെ. ദെൻ ഈ ഒരു എൻഡിങ് ശരിക്കും പറഞ്ഞാൽ ഡീപ്ലി ഒരു ട്രാജിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അല്ലെ. അതായത് വിക്ടറിനോ ക്രിയേച്ചറിനോ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, വിൻ ചെയ്തിട്ടില്ല. നെയ്തർ വിക്ടർ നോർ ദ ക്രിയേച്ചർ വിൻസ് ഹിയർ. ബോത്ത് ബിക്കം വിക്ടിംസ് ഓഫ് അംബിഷൻ, ലോൺലിനെസ്, ഹേറ്റ്രഡ് ആൻഡ് റിവെഞ്ച്. ഇതിനെല്ലാമായിട്ടുള്ള വിക്ടിംസ് ആയി മാറുകയാണ് വിക്ടറും അതുപോലെ തന്നെ നമ്മുടെ ക്രിയേച്ചറും. സോ ഇതിലൂടെ മാരി ഷെല്ലി പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, റിവെഞ്ച് ഓൺലി ക്രിയേറ്റ്സ് മോർ സഫറിങ് അല്ലെ. പ്രതികാരം അല്ലെങ്കിൽ റിവെഞ്ച് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, സഫറിങ് മാത്രമാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയാണ് ഇതിന്റെ മേജർ ആയിട്ടുള്ള തീംസ് ആൻഡ് അനാലിസിസ്, തീംസ് അല്ല, ഇതിന്റെ സമ്മറി ആൻഡ് അനാലിസിസ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ പോലെ ഫ്രാങ്കൻസ്റ്റീന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അംബിഷ്യസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്, ഡ്രൈവൺ ടു അൺലോക്ക് ദ സീക്രട്ട് ഓഫ് ഹിസ് ലൈഫ് അല്ലെ. ദെൻ ക്രിയേറ്റ്സ് വിത്തൗട്ട് കൺസിഡറിങ് കോൺസിക്വൻസസ്. ട്രാജിക് ആയിട്ടുള്ള ഒരു ഹീറോ ആണ് അല്ലെ. ഹിസ് ഓൺ ഫ്ലോസ് ബ്രിങ് അബൌട്ട് ഹിസ് ഡൗൺഫോൾ. ഓക്കെ, ഒരു കാര്യം പറയുന്നുണ്ട്. ക്രിയേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെരി ഫസ്റ്റ് ഇന്നസെന്റ് ആയിട്ടുള്ള അല്ലെ, ഒരു കണക്ഷൻ ഉള്ള ഒരു ആളായിരുന്നു, ക്രിയേച്ചർ ആയിരുന്നു. പക്ഷെ പിന്നീട് സൊസൈറ്റി അവനെ റിജക്ട് ചെയ്തു. അങ്ങനെ ജഡ്ജ്ഡ് ആൻഡ് ഫിയർഡ് ഫോർ അപ്പിയറൻസ്. ദെൻ വെഞ്ച്ഫുൾ ആയി മാറി അല്ലെ, റിവെഞ്ച്ഫുൾ ആയി ലാസ്റ്റ് ടേൺ ചെയ്തു. സോ ലോൺലിനെസ് ട്രാൻസ്ഫോംഡ് ഹിം ടു എ മോൺസ്റ്റർ. അങ്ങനെ ആ ഒരു ലോൺലിനെസ് ആണ് അവനെ എന്ത് ചെയ്തത്, മോൺസ്റ്റർ ആക്കിയിട്ട് മാറ്റിയത്.
സോ ഇതിന്റെ ഒരു പ്ലോട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് ക്രിയേഷൻ, മർഡർ ഓഫ് വില്യം, ദെൻ ഡെത്ത് ഓഫ് എലിസബത്ത്, അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് വിക്ടർ ആനിമേറ്റ്സ് ദ ക്രിയേച്ചർ അല്ലെ, വിക്ടർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വിക്ടർ അബാൻഡൻ ഹിസ് ക്രിയേഷൻ, അങ്ങനെ അവൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവനെ അബാൻഡൻ ചെയ്യുന്നുണ്ട്. സോ അവിടെ ഒരു റിജക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതെന്തിലേക്കാ ലീഡ് ചെയ്തത്? ദ ക്രിയേച്ചർ കിൽസ് വിക്ടേഴ്സ് ബ്രദർ. അപ്പൊ വില്യം, ഓക്കെ, വില്യം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് വിക്ടറിന്റെ ബ്രദർ ആണ് കേട്ടോ. ആ ബ്രദറിനെ അവിടെ കൊല്ലുന്നുണ്ട്. ആൻഡ് ഫീമെയിൽ കമ്പാനിയനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രിയേച്ചർ ചോദിക്കുന്നുണ്ട്. പക്ഷെ വിക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു അല്ലെ അവന്റെ കമ്പാനിയൻ അല്ലെങ്കിൽ പാർട്ട്ണറിനെ ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ അവൻ നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത് എന്താണ്, ഡെത്ത് ഓഫ് എലിസബത്ത്. ക്രിയേച്ചർ മർഡേഴ്സ് വിക്ടേഴ്സ് ബ്രൈഡ്. ഈ എലിസബത്ത് എന്ന് പറയുന്നത് വിക്ടറിന്റെ ബ്രൈഡ് ആയിരുന്നു. അങ്ങനെ അവളെയും കൊല്ലുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് എന്താണ്, ആർട്ടിക്സ് ചേസ് അല്ലെ, വിക്ടർ ഡൈസ്, വിക്ടർ അവിടെ മരിക്കുന്നുണ്ട്. ക്രിയേച്ചർ മോൺസ്, ക്രിയേച്ചർ അവിടെ വിലപിക്കുന്നതിനും ക്രിയേച്ചർ സ്വന്തമായിട്ട് അവന്റെ ഇത് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ മേജർ തീംസ് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? അംബിഷൻ ആൻഡ് നോളജ് ആണ് മെയിൻ അല്ലെ, അംബിഷൻ ആൻഡ് നോളജ്. ദെൻ ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ്, appearances versus reality, responsibility, creators must own their creation അല്ലെ, creators must own their creation. ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ക്രിയേറ്റർ അല്ലെ ഹാസ് ദ ഫുൾ റെസ്പോൺസിബിലിറ്റി അബൌട്ട് ദ ക്രിയേച്ചർ. ബട്ട് ഇവിടെ അതില്ലാത്തത് കൊണ്ടാണ് ഇത്രയും ട്രാജിക് ആയിട്ടുള്ള ഇവന്റ്സ് നടന്നത് എന്നാ പറയുന്നത്. ദെൻ വരുന്ന ഒരു മേജർ തീമാണ് റിവെഞ്ച് അല്ലെ, ഇറ്റ് ഹേർട്ട് ട്രാൻസ്ഫോംസ് ഇൻ ടു ഡിസ്ട്രക്ഷൻ. ദെൻ ക്രിയേറ്റർ ആൻഡ് ക്രിയേഷൻ എന്നുള്ളത് പറയുന്നുണ്ട്. പാരന്റൽ ഡ്യൂട്ടി ആൻഡ് അബാൻഡൻമെന്റ് അല്ലെ, ക്രിയേറ്ററിന് ഒരു പാരന്റൽ ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അബാൻഡൻ ചെയ്യേണ്ടതല്ല എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട്. ദെൻ ക്രിട്ടിക്കൽ അനാലിസിസ് എന്താണ്, സയന്റിസ്റ്റ് അവിടെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് അല്ലെ, വിത്തൗട്ട് എത്തിക്സ് ആണ്. പിന്നെന്താണ്, കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു ഫോണ്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു അല്ലെ. സമ്മറി ഓഫ് ദ നോവൽ, ദെൻ വിക്ടർ ആസ് ട്രാജിക് ഹീറോ, അനലൈസ് ദ ക്രിയേച്ചർ, മേജർ തീംസ്, വിക്ടേഴ്സ് ക്രിയേച്ചർ റിലേഷൻഷിപ്പ് എന്നുള്ളതും നമ്മൾ സംസാരിച്ചു. അപ്പൊ ഒന്നും കൂടി നിങ്ങൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംസാരിക്കാം നമ്മൾ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളില്. ഒരു ക്രിട്ടിക്കൽ ഇന്റർപ്രിട്ടേഷൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, മെനി ക്രിട്ടിക്സ് ആർഗ്യൂ ദാറ്റ് ദ റിയൽ മോൺസ്റ്റർ ഈസ് നോട്ട് ദ ക്രിയേച്ചർ ബട്ട് വിക്ടർ ഫ്രാങ്കൻസ്റ്റീൻ അല്ലെ. റിയൽ ആയിട്ടുള്ള ഒരു മോൺസ്റ്റർ ആരാണ്? ക്രിയേച്ചർ ആണോ? നമുക്ക് പറയാം, ഈ ഒരു സ്റ്റോറി ഇപ്പൊ നമ്മൾ കേട്ടതിൽ കൂടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? നമ്മുടെ ക്രിയേച്ചർ ആണോ? അല്ല, ക്രിയേറ്റർ ആയിട്ടുള്ള വിക്ടർ ഫ്രാങ്കൻസ്റ്റീൻ ആണ് ശരിക്കും പറഞ്ഞാൽ റിയൽ മോൺസ്റ്റർ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ക്രിയേച്ചർ കമ്മിറ്റ്സ് മർഡേഴ്സ് ബട്ട് വിക്ടേഴ്സ് ഇറസ്പോൺസിബിലിറ്റി ക്രിയേറ്റ്സ് ദ കണ്ടീഷൻസ് ഫോർ ദോസ് ക്രൈംസ്. കൊല്ലുന്നതും കുറെ ആൾക്കാരെ അവിടെ ഡിസ്ട്രോയ് ചെയ്യുന്നതും ക്രിയേച്ചർ ആണ്. പക്ഷെ അതിനുള്ള സിറ്റുവേഷൻസ് ഒരുക്കി കൊടുത്തത് ആരാണ്? വിക്ടർ ഫ്രാങ്കൻസ്റ്റീൻ ആണ് അല്ലെ. So if Victor had accepted and guided his creation, the tragedy might never have occurred അല്ലെ. അപ്പൊ ഒരു ക്രിയേച്ചറിനെ ക്രിയേറ്റ് ചെയ്ത സ്ഥിതിക്ക് അതിനെ നല്ല രീതിക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ അല്ലെ, നല്ല രീതിക്ക് അതിനെ എന്താണ് മോറൽ പ്രിൻസിപ്പിൾ ഒക്കെ കൊടുത്ത് നല്ല രീതിക്ക് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ നടക്കില്ലായിരുന്നു. സോ ക്രിയേച്ചറിന് അല്ലെ തന്റെ ബോസിനെ അനുസരിക്കേണ്ടി വരുന്ന ഒരു കാര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ക്രിയേറ്റ് ചെയ്തിട്ട് അവൻ ഒരു ഇറസ്പോൺസിബിൾ അല്ലെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി മാറിയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായത്. സോ ദസ് ഫ്രാങ്കൻസ്റ്റീൻ ഇസ് നോട്ട് മിയർലി a horror novel. It is a profound exploration of human responsibility, ethics, prejudice, ambition and the consequences of neglect. Okay. സോ ഇതിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് വരാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിലെ മെയിൻ ആയിട്ടുള്ള പറയാനുള്ള പോയിന്റ്സ് വരുന്നത് കേട്ടോ. ഇനി ഇതിലെ കുറച്ച് കൊട്ടേഷൻസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ പറയാൻ പറ്റും. ലേൺ ഫോർ മീ ഹൗ ഡേഞ്ചറസ് ഇസ് ദ അക്വയർമെന്റ് ഓഫ് നോളജ്. ഇറ്റ് ഷോസ് ദ ഡേഞ്ചർ ഓഫ് അൺകൺട്രോൾഡ് ambition. Then I ought to be thy Adam, but I am rather the fallen angel. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ the creature compares himself to Adam from the Bible. ക്രിയേച്ചർ ആദം, നമ്മുടെ ആദം ഈവ് ഉണ്ടല്ലോ, അതിൽ ആദമായിട്ട് കമ്പയർ ചെയ്യാണ്.
തന്നെ ആൻഡ് ഷോയിങ് ദാറ്റ് ഹി എക്സ്പെക്ടഡ് ലവ് ഫ്രം ഹസ് ക്രിയേറ്റർ ബട്ട് റിസീവ്ഡ് റിജക്ഷൻ ഇൻസ്റ്റഡ്. അല്ലെ, തന്നെ ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്ററിൽ നിന്നും കുറച്ച് ലവും കമ്പാഷനും ഒക്കെ താൻ പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയത് എന്താണ്? മൊത്തം റിജക്ഷൻ ആണ് എന്നുള്ളതാണ്. ദെൻ അടുത്തൊരു കൊട്ടേഷൻ ആണ്, ഐ ഷാൽ ബി വിത്ത് യു ഓൺ യുവർ വെഡിങ് നൈറ്റ്. അതിൽ പറയുന്നത് എന്താണ്? ഇറ്റ് ഫോർഷാഡോസ് ദ ട്രാജിക് ക്ലൈമാക്സ് ഓഫ് ആൻഡ് ദ ക്രിയേച്ചേഴ്സ് റിവെഞ്ച് എന്നുള്ളതാണ് കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇവിടെ പറയാനുള്ളത്. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇപ്പൊ സമ്മറിയിലെ ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയണ്ട ഒരു നക്ഷലായിട്ടാണ് ഞാൻ സമ്മറി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതിന്റെ സ്റ്റോറി നോവൽ ഗൂഗിളിൽ അവൈലബിൾ ആണ് ആൻഡ് ഓൾസോ ദർ ഇസ് അവൈലബിൾ ദ എന്താണ് ഫിലിം അഡാപ്റ്റേഷൻ ഓഫ് ദിസ് നോവൽ ഇസ് ഓൾസോ അവൈലബിൾ ഇൻ ദ ഗൂഗിൾ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. സോ ടൈം കിട്ടുമ്പോൾ അത് കണ്ടു നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നൗ വി ക്യാൻ ഡിസ്കസ് ദി നെക്സ്റ്റ് യൂണിറ്റ് ഓർ ദ exactly the previous unit, like Gothic, Frankenstein as a Gothic novel. Okay, so that's all about this unit. I hope everything is clear. Thank you.